കൃഷിക്കെന്ന വ്യാജേന ഭൂമി വാങ്ങിക്കൂട്ടി മാഫിയകൾ ഖനനം നടത്തുന്ന വിവരം മാവോയിസ്റ്റുകളുടെ അന്വേഷണത്തിൽ മനസ്സിലായി. കുറ്റ്യാടിയിൽ 3 ഇത്തരം ഖനനം ജലസ്രോതസ്സുകളെ ബാധിച്ചിട്ടുണ്ട്. ഇവിടെ പാറഖനനം നടത്തുന്നത് നിയമവിരുദ്ധമാണ്. ഇടതു വലതു രാഷ്ട്രീയക്കാരും ഭരണകർത്താക്കളും കൊള്ളമുതലിന്റെ പങ്കുപറ്റുന്നു. കാടിന്റെയും വെള്ളത്തിന്റെയും മണ്ണിന്റെയും അടക്കം പ്രകൃതി സമ്പത്തിന്റെ അധികാരം തിരിച്ചുപിടിക്കാൻ ജനങ്ങൾ സായുധ ചെറുത്തുനിൽപ്പിന് അണിചേരുകയല്ലാതെ നിവൃത്തിയില്ലെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ CPI മാവോയിസ്റ്റ് നേതൃത്വത്തിൽ ജനകീയ സേന മുക്കം ഗ്രാനൈറ്റിൽ റെയ്ഡ് നടത്തി. ഇവിടെ നിന്നും പിടിച്ചെടുത്ത ഡിറ്റനേറ്ററുകൾ, ഫ്യൂസ് വയർ, അമോണിയം നൈട്രേറ്റ് എന്നിവയുടെ ദൃശ്യങ്ങളും ഇവർ മാധ്യമ സ്ഥാപനങ്ങളിൽ എത്തിച്ചു. മുക്കം ഗ്രാനൈറ്റിൽ നടത്തിയ റെയ്ഡ് സൂചനയാണ്. ഖനനം നിർത്തിയില്ലെങ്കിൽ മറ്റിടങ്ങളിലും സമാനമായ പ്രതികരണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും വാർത്താക്കുറിപ്പിലുണ്ട്. ജനചൂഷകരെ പുറത്താക്കിക്കൊണ്ട് ജനകീയ അധികാരം സ്ഥാപിക്കാനായി വിപ്ലവ ബഹുജന സംഘടനകളിൽ അണിനിരക്കണമെന്നും പശ്ചിമഘട്ട സംരക്ഷണത്തിന് സർക്കാർ കമ്മിറ്റികളല്ല ജനകീയ അധികാര സമിതികളാണ് ബദലെന്ന് തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത്. CPI മാവോയിസ്റ്റ് അതിർത്തി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി P. മന്ദാകിനിയാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. മീഡിയ 1 കോഴിക്കോട്.